കൊളംബിയയിലെ ദേവാലയത്തിന് പുറത്തുവെച്ച് സുവിശേഷ പ്രഘോഷകനും കുടുംബവും കൊല്ലപ്പെട്ടു. സുവിശേഷ പ്രഘോഷകനായ മാർലോൺ ലോറയും അദ്ദേഹത്തിൻ്റെ ഭാര്യ യോർലി റിംഗൺ, അവരുടെ 24 വയസ്സുള്ള മകൾ ആഞ്ചല ലോറ റിംഗൺ എന്നിവർ വെടിയേറ്റ് മരിച്ചതായി ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ് റിപ്പോർട്ട് ചെയ്തു. ഒരു മോട്ടോർ സൈക്കിളിലെത്തിയ തോക്കുധാരിയാണ് വെടിയുതിർത്തതെന്നും റിപ്പോർട്ടുകളുണ്ട്. ലോറയുടെ മകൻ സാന്റിയാഗോ മരണപ്പെട്ടില്ലെങ്കിലും ഗുരുതരമായി പരിക്കേറ്റു. രാജ്യത്തെ പല സ്ഥലങ്ങളിലും ക്രിസ്തുവിനെ പകർന്നു നൽകുന്നതിൽ ശ്രദ്ധേയനായിരുന്നു കൊല്ലപ്പെട്ട മാർലോൺ ലോറ. കൊളംബിയയിലെ സൈനിക ആക്രമണങ്ങൾ മാർലോൺ ലോറയെ പോലുള്ള സുവിശേഷ പ്രഘോഷകർക്ക് അപകടകരമായി തീർന്നിരിക്കുകയാണെന്നും ആ അപകടങ്ങൾ മുന്നിൽ കണ്ടിട്ടും അതൊന്നും വകവയ്ക്കാതെ ധീരതയോടെ മുന്നേറിയ വ്യക്തിയാണ് ലോറയെന്നും അദ്ദേഹത്തിൻ്റെ ആത്മീയ ഉപദേശകനായ ജിയോവനി ബെർമുഡേസ് പറഞ്ഞു. 2024 ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ സുവിശേഷ പ്രഘോഷകർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ 31% വർധനവുണ്ടായതായും വധഭീഷണികൾ 2023 4 കേസുകളിൽ നിന്നും 2024 8 ഉയർന്നുവെന്നും കൊളംബിയയിലെ ഓംബുഡ്സ്മാന്റെ ഓഫീസ് റിപ്പോർട്ട് ചെയ്തു.